ഇപ്പോൾ വയലാർ കഴിഞ്ഞ അടുത്ത പി ഭാസ്കരൻ മാസ്റ്റർ, എനിക്കൊന്ന് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനരചന. അല്ല, അങ്ങനെയല്ല. വയലാറിൻ്റെ ഒരു ഗ്ലാമറും ഭാസ്കർ മാസ്റ്ററുടെ മോഡസ്റ്റിയുമാണ്. രണ്ടാ ഗ്ലാമറാണല്ലോ ഏറ്റവും ആകർഷണം. വയലാറിൻ്റെ പാട്ടുകൾ ഗ്ലാമറാണ്. ഇപ്പോൾ ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെ തേടി വരുന്നു വസന്ത പൗർണമിനി എന്ന് പറയുമ്പം ആകാശഗംഗ, അശോകവനി വളരെ വർണ്ണസബളമാണ്, പക്ഷേ മാതകത്വമാണ്. അപ്പം അങ്ങനെ ഭാസ്കർ മാസ്റ്റർ വേറൊരു സ്റ്റൈലാണ്. രണ്ടുപേരും ഈക്വലി ഗുഡാണ്, ഈക്വലി മഹാന്മാരാണ്. പക്ഷെ എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ ആകർഷിച്ചത് ഭാസ്കർ മാസ്റ്ററാണ്. ആദ്യത്തെ പാട്ട് തങ്കക്കിനാക്കൾ ഹൃദയേ വീശും വനാന്ത ചന്ദ്രികയാരോ നീ സങ്കല്പമാകെ പുളകം പൂശും വസന്ത സുമമേയാരോ നീ. ഈ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ വീടിനടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, ഞാൻ കൊച്ചു ഒരുപാട് എഴുതിയിട്ടുണ്ട്, അത് ആവർത്തിക്കുന്നത്. അപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് അതുവരെ ഞാൻ കേൾക്കാത്തൊരു പാട്ട്. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ കൊച്ചു കവിത എഴുതി തുടങ്ങിയാൽ 11 വയസ്സ് കഴിഞ്ഞു, 11-12 ഇടയ്ക്കാണ് പ്രായം. നവലോക പടവ അവിടെ റിലീസ് 51 റിലീസ് പടവ. അപ്പോൾ എനിക്കിതുപോലെ എഴുതണം, അങ്ങനെ ഒരു തോന്നൽ. അപ്പോൾ ഞാൻ കവിത എഴുതി തുടങ്ങി, കൊച്ചു കവിത എഴുതി തുടങ്ങി. എനിക്കിതുപോലെ എഴുതണം എന്നെങ്കിലും. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വേലായുസ്വാമിയാണ് എല്ലാം തീരുമാനിക്കുന്നത്, ഹരിപ്പാട്ട് സുബ്രഹ്മണ്യൻ. അപ്പോൾ വേലായുസ്വാമിയോട് പറയും, വേലായുസ്വാമി എനിക്ക് എന്തെങ്കിലും ഇതുപോലെ എഴുതണം, സഹായിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കും. അത് അമ്മ പഠിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഈക്വലി വയലാട്ട് പാട്ടുകളും കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ പറന്ന് ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കായലിനക്കരെ പോകാനൊക്കെ ഒരു കളിവെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ONV പൊന്നൊരു വേളാമ്പള്ളിയിൽ കണ്ടെറിയുന്നോളെ. പി ഭാസ്കരൻ മാസ്റ്റർ കുറേ കൂടെ അല്ല, അങ്ങനെയല്ല. പി ഭാസ്കരൻ മാഷും ഞാനും യാദൃച്ഛികതയ്ക്ക് അതീതമായ ചില ബന്ധങ്ങളുണ്ട് ജീവിതത്തിൽ. ഇപ്പോൾ ദീർഘകാലമായി ഞാൻ ഇടതുപക്ഷ അനുഭാവിയാണെങ്കിലും ഇടതുപക്ഷം അംഗീകരിക്കാത്ത ചില ദർശനങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഭൗതിക ശാസ്ത്രത്തിൽ തെളിയിക്കാൻ കഴിയാത്ത ധാരാളം കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിക്കത്തില്ല, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ഉണ്ട്, ഉറപ്പാണ്. കാരണം എൻ്റെ അമ്മാവൻ ഗരുഡ സേവയായിരുന്നു. ഗരുഡനെ സേവിക്കുന്ന ആളാണ് എൻ്റെ അമ്മാവൻ, കൃഷ്ണപ്പരുന്ത്. അതാണ് പി വി തമ്പി, എൻ്റെ വലിയേട്ടൻ എഴുതിയ പി വി തമ്പിയുടെ കൃഷ്ണപ്പരുന്ത് നോവൽ. അതിലെ നായകൻ കുമാരൻ തമ്പി എൻ്റെ അമ്മാവനാണ്. ആ പേരായിരിക്കും ഇട്ടിരിക്കുന്നത്. ആ കുമാരൻ തമ്പിയുടെ ആവർത്തനം ഞാൻ. അമ്മ ഒരു സ്ത്രീ കൂടെ ചേർന്നു എന്നുള്ളേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ കുടുംബം, ഞങ്ങൾ ഈ ചെരക്കൽ കോവിലകത്തു നിന്ന് വന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ രാജപാരമ്പര്യം അനുസരിച്ച് അമ്മാവൻ്റെ പേര് ആവർത്തിക്കണം. അമ്മാവൻ്റെ പേര് ഏതല്ല അമ്മാമ്മയുടെ പേര് അനുദമാർക്ക് പറയും. അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും തലമുറകളായിട്ട്. വാസുദേവൻ തമ്പി തന്നെ വേറൊരു അമ്മാവനാണ്, പി വി തമ്പി.